അതെ, സോഷ്യൽ മീഡിയ കൂടിയാ എനിക്ക് വരാത്ത തെറിയും തോന്നിയാസവും ടോർച്ചറിങ്ങുമായിട്ട് ഒന്നും ബാക്കിയില്ല. അപ്പം ഞാനിതൊക്കെ എടുത്ത് പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പം പലരുടെയും വിചാരം എന്താണെന്നറിയോ, ഞാനിതൊക്കെ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നത് എനിക്ക് വിഷമം സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് എന്നുള്ള ഒരു ചിന്താഗതി പലർക്കും ഉണ്ട്. ആ ഒരു ചിന്താഗതി നിങ്ങളുടേത് മാറിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇപ്പം ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഒരു നാണയത്തിന് രണ്ട് വശങ്ങളുണ്ട് എന്നുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ ഈ പറയുന്ന തെറിയും നിങ്ങൾ ഈ പറയുന്ന തോന്നിവാസവും നിങ്ങൾ എന്നെ ടോർച്ചർ ചെയ്യുന്നതൊക്കെ എനിക്ക് എത്രത്തോളം ഹെൽപ്ഫുള്ളായിട്ടാണ് വരുന്നത് എന്നുള്ളത് നിങ്ങൾക്കറിയോ? അറിയില്ല എങ്കിൽ ഞാനൊരു വോയിസ് കേൾപ്പിച്ചു തരാം. അപ്പം തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒന്ന് മനസ്സിലാവും. എനിക്ക് നിങ്ങളുടെ നെഗറ്റീവ് കമന്റ്സും ഇതൊന്നും ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല. അത് നല്ലവർക്കും ഉണ്ടാവും, ചീത്തവർക്കും ഉണ്ടാവും. 100% പെർഫെക്റ്റ് ആയിട്ട് ആരുമില്ല. നിങ്ങൾക്ക് നെഗറ്റീവ് കമന്റ്സ് പറയുന്നവരോടാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ നന്ദി പ്രകടിപ്പിക്കേണ്ടത്. അതിനെക്കുറിച്ച് നിങ്ങൾ ബേജാറാവേണ്ട കാര്യമില്ല. ഒരു ഫോട്ടോ വേണം. ഞാൻ ഇത് വാട്സപ്പിൽ ഞാൻ അതിൻ്റെ ഒരു ഇതനുസരിച്ച് ഞാൻ പറയാം. ഈ മാസം ലാസ്റ്റോട് കൂടി ഞാൻ പറയാം. എനിക്ക് മനസ്സുകൊണ്ട് ആത്മാർത്ഥമായി ചെയ്യുന്ന ഒരു ഫോട്ടോ എനിക്ക് അത്യാവശ്യമാണ്. ഞാൻ അഡ്രസ്സോട് സഹിതം ഞാൻ ആ സമയത്തിന് ഞാൻ ഈ ഇതിൽ തന്നെ മെസ്സേജ് ഇട്ടോളാം. ഓക്കെ കേട്ടോ? നിങ്ങൾ പറയുന്ന നെഗറ്റീവാണ് എനിക്കിപ്പോൾ കിട്ടുന്ന ഓർഡറുകൾ. നിങ്ങൾ എത്രത്തോളം നെഗറ്റീവ് പറയുന്നോ അത്രത്തോളം എന്നെ ചേർത്ത് പിടിക്കാൻ ആൾക്കാർ ഒരുപാട് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഈ നെഗറ്റീവ് കൊണ്ട് തളരല്ല ഉയരുക ഞാൻ ചെയ്യുന്നതെന്ന്.